ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്നു. എല്ലാവർക്കും വിജയിച്ച എല്ലാവർക്കും, എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ ആശംസകൾ. പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് മാർക്ക് നേടാൻ കഴിഞ്ഞവരുണ്ടായിരിക്കാം, എന്നാൽ പ്രതീക്ഷിച്ച അത്ര മാർക്ക് നേടാൻ സാധിക്കാത്തവരുണ്ടായിരിക്കാം. എന്നാൽ അവരാരും വിഷമിക്കേണ്ട. അതിന് നമുക്ക് ചെറിയൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മിസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയ് 12 മുതൽ 17 വരെ ആയിരിക്കും റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, പിന്നെ നമ്മുടെ ഫോട്ടോ കോപ്പി കിട്ടുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. 17-ാം തീയതി 4 മണി വരെ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ മിസ് വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും റിവാലുവേഷനൊക്കെ കൊടുത്ത് മാർക്കിൽ സംശയമുള്ളവരൊക്കെ റിവാലുവേഷൻ ചെയ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ, മാർക്കൊക്കെ ഇമ്പ്രൂവ് ആവാൻ പ്രാർത്ഥിക്കാം. അപ്പം അപ്ലൈ ഡേറ്റ് മറന്നുകൊണ്ട. അപ്പം ഡേറ്റ് കൃത്യമായിട്ട് മിസ് താഴെ കൊടുക്കുന്നതായിരിക്കും. ഡീറ്റെയിൽസൊക്കെ വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം മാർക്ക് കുറഞ്ഞു പോയവരുണ്ടെങ്കിലൊക്കെ സങ്കടപ്പെടേണ്ട. മാർക്ക് കുറഞ്ഞു പോയവരൊക്കെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. ഇനി നമ്മുടെ +1 അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. എന്തൊക്കെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, അതുപോലെ തന്നെ ഇനി +1 അഡ്മിഷൻ ഡേറ്റ് ഇപ്പം നമുക്ക് ഫോം ഫില്ല് ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ വരും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മിസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് കോഴ്സാണ് ഏറ്റവും അനുയോജ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കോഴ്സ് തിരഞ്ഞെടുക്കുക. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഭാവിയെ നയിക്കുന്നത്. അല്ലെങ്കിൽ ഭാവി കൃത്യമായിട്ട് അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ള സയൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിയേക്കാം. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലാണ് നന്നായിട്ട് മികവ് തെളിയിക്കാൻ സാധിക്കുക, അത്തരത്തിലുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുക. അടുത്തുള്ള സ്കൂളിന് മുൻഗണന കൊടുക്കുക. അപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്.